രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി. BJP നിയുക്ത MLA-മാരുടെ യോഗത്തിലാണ് തീരുമാനം. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. शंकर जी का, आदरणीय धनखड़ जी का, पूरी पार्टी के सभी कार्यकर्ताओं का, जिनका आशीर्वाद आज मुझे यहाँ मिला, मेरे सभी विधायक साथियों ने जिन्होंने अपना समर्थन देकर के मुझे ये बड़ी जिम्मेदारी दी है, मैं सभी का बहुत बहुत धन्यवाद करती हूँ और आप सबके आशीर्वाद, सहयोग और समर्थन के लिए दिल की गहराई से आभार व्यक्त। चलिए हो गया, बस बाद में करेंगे। ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ചരിത്രപരമായ വിജയം നേടിയിട്ടും മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അരഡസനോളം പേരുകളിൽ നിന്ന് ഒടുവിൽ ഒരു പേരിലേക്ക് BJP നേതൃത്വം എത്തുകയാണ്. രേഖ ഗുപ്ത, ഒരു വനിത, വീണ്ടും ഡൽഹിയെ നയിക്കാൻ പോകുന്നു. വനിത എന്ന നിലയിലാണോ അതോ അതുപോലെ ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ പരിഗണനയ്ക്ക് വന്നിരുന്നോ? എങ്ങനെയാണ് ഈ തീരുമാനത്തെ നേതൃത്വം വിശദീകരിക്കുന്നത്? റീത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 11 ദിവസത്തിന് ശേഷമാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് സമാപിച്ച BJPയുടെ നിയുക്ത MLA-മാരുടെ യോഗത്തിൽ ആണ് രേഖ ഗുപ്തയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചത്. തുടർന്ന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി രേഖ ഗുപ്ത. അതിനുശേഷം ഇപ്പോൾ രേഖ ഗുപ്ത അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ BJP സംസ്ഥാന ആസ്ഥാനത്ത് യോഗം ചേരുകയാണ്. ഈ റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 9 പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത്തവണ പരിഗണിക്കപ്പെട്ടിരുന്നു. പല മാനദണ്ഡങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്ന് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് ജാതി മത സമവാക്യങ്ങൾ, സ്ത്രീ, ദളിത് തുടങ്ങിയ പരിഗണനകൾ എല്ലാം തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ളതാണ്. രേഖ ഗുപ്തയെ സംബന്ധിച്ചിടത്തോളം വനിതാ നേതാവ് എന്നുള്ള ഒരു പ്രത്യേകത അവർക്ക് തുണയായിട്ടുണ്ട്. ഒപ്പം തന്നെ വിദ്യാർത്ഥി കാലം മുതൽ തന്നെ BJPയോട് ചേർന്ന് നിൽക്കുന്ന നേതാവ്. നേരത്തെ 96-97 കാലഘട്ടങ്ങളിൽ ഡൽഹി സർവകലാശാലയുടെ ജനറൽ സെക്രട്ടറിയും വിദ്യാർത്ഥി യൂണിയന്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നു രേഖ ഗുപ്ത. പിന്നീട് 3 തവണ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയർ ആയിരുന്നു രേഖ ഗുപ്ത. ഇത്രത്തോളം നീണ്ട സംഘടനാ പരിചയം അവർക്ക് ഉണ്ട്. ഷാലിമാർ ബാഗിൽ നിന്നാണ് ഇത്തവണ വിജയിച്ചത്. ഇതോടൊപ്പം തന്നെ ഡൽഹിയിലെ പ്രബല വിഭാഗമായ ബനിയ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവ് കൂടിയാണ് രേഖ ഗുപ്ത എന്നുള്ളതും രേഖ ഗുപ്തയുടെ പേരിലേക്ക് എത്തുന്നതിൽ നിർണായകമായിട്ടുണ്ട്. ഈ പരിഗണനകളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് രേഖ ഗുപ്തയിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന എന്നുള്ളത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ശക്തമായി ആദ്യഘട്ടം മുതൽ ഉയർന്നു കേട്ടിരുന്ന പേര് പർവേഷ് വർമ്മയുടേതാണ്. അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനമാണ് നേതൃത്വം എടുത്തിരിക്കുന്നത്. മറ്റൊരു മുതിർന്ന നേതാവ് വിജേന്ദ്ര ഗുപ്തയായിരിക്കും സ്പീക്കറായി സേവനമനുഷ്ഠിക്കുക എന്നുമാണ് BJP നേതാക്കളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഇന്ന് അല്പസമയത്തിനകം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാൻ തന്നെയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇന്ന് തന്നെ സർക്കാരിന് അവകാശവാദം ഉന്നയിക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. കെജ്രിവാളിനെ വീഴ്ത്തിയ പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകും എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ബൽറാമിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ബൽറാം, ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഉച്ചയോടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണോ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം? ബൽറാം, രഞ്ജിത്ത്, തീർച്ചയായും നാളെ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. രാംലീല മൈതാനത്ത് അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ളവർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ബഹുഭൂരിഭാഗം കേന്ദ്രമന്ത്രി സഭാംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന അല്ലെങ്കിൽ NDA ഭരിക്കുന്ന 20 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ഉപമുഖ്യമന്ത്രിമാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ 4 മുഖ്യമന്ത്രിമാർ, യോഗി ആദിത്യനാഥ് അടക്കമുള്ള 4 പേർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ബജറ്റ് സമ്മേളനത്തെ തുടർന്ന് സിനിമ, കായിക മേഖലയിൽ നിന്നുള്ള 50ഓളം പ്രത്യേക അതിഥികൾ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഡൽഹിയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതിൽ 30,000-ഓളം പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനായി ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും രാംലീല മൈതാനത്ത് പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേക വേദി ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ചിട്ടുണ്ട്.
സജ്ജീകരിച്ചിരിക്കുന്നു. സുരക്ഷാ പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ വീണ്ടും പരിശോധനകൾ നടക്കും. 11 മണിക്കായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. നാളെ മുഖ്യമന്ത്രിയെ കൂടാതെ 6 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന വിവരമാണ് BJP നേതാക്കളിൽ നിന്നും ലഭിക്കുന്നത്. അവരുടെ പേരുകൾ സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ ഒരു തീരുമാനം പ്രഖ്യാപനം ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി എന്നിവരുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു തീരുമാനം ആയിരിക്കുന്നത്. രേഖാ ഗുപ്ത മുഖ്യമന്ത്രി ആകുന്നു. ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാവുകയാണ് രേഖാ ഗുപ്ത ഇതോടുകൂടി. കൂടാതെ പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകും എന്നുമാണ് നിലവിൽ BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. സ്പീക്കറായി വിജേന്ദ്ര ഗുപ്തയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ പിന്നീട് സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാകാനുണ്ട്. എന്നാൽ ഇന്നത്തെ യോഗത്തിൽ ഈ 3 പദവികൾ സംബന്ധിച്ച് ധാരണയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ നിയുക്ത MLA മാർ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കാണാനായി രാജ് നിവാസിലേക്ക് പുറപ്പെടും. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔദ്യോഗികമായി തന്നെ ഉന്നയിക്കും. അതിനുശേഷം നാളെ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. റജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രേഖാ ഗുപ്ത ഡൽഹിയെ നയിക്കാൻ പോകുന്നു. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്തയെ തീരുമാനിച്ചിരിക്കുന്നു നേതൃത്വം. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകും എന്നാണ് സൂചന. നാളെ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. സർക്കാരിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിൽ MLA മാർ ലഫ്റ്റനന്റ് ഗവർണറെ ഇന്ന് തന്നെ കാണും. നാളെ 11 മണിക്ക് സത്യപ്രതിജ്ഞയുണ്ടാകും. രേഖാ ഗുപ്തയ്ക്കൊപ്പം 6 മന്ത്രിമാർ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കും എന്നാണ് ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്ന വിവരം.